മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും പിണറായി വിജയനും ഇന്ന് ചർച്ച നടത്തും. കുമരകത്ത് രാത്രി 9 മണിക്കാണ് കൂടിക്കാഴ്ച. എം.കെ. സ്റ്റാലിൻ ഉച്ചയോടെ കുമരകത്ത് എത്തിയിരുന്നു. നവീകരിച്ച പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇരു നേതാക്കളും തമ്മിലുള്ള ആത്മബന്ധം ഉണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുമായിരിക്കും. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഏറെ ഗൗരവത്തോടെ കാണുന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ആണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, രാവിലെ 10:30 തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ കൊച്ചിയിലെത്തിയത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി. അതിനുശേഷം 1 മണിയോടുകൂടി കുമരകത്തെ ലേക്ക് റിസോർട്ടിലെത്തി. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വിശ്രമത്തിലാണ്. ഇവിടെ തന്നെയായിരിക്കും ഇന്ന് തങ്ങുക. 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെത്തിയത്. നാളെയാണ് പ്രധാന പരിപാടികൾ. അതോടൊപ്പം തന്നെ കേരളം ഉറ്റുനോക്കുന്നത് ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയനുമായി എം.കെ. സ്റ്റാലിൻ നടത്തുമോ എന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ തമിഴ്നാട് നിയമസഭയിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ അറ്റകുറ്റപ്പണികൾക്കായി നിർമ്മാണ സാമഗ്രികളുമായി ഇടുക്കിയിലേക്ക് വന്ന ഒരു സംഘത്തെ, PWD സംഘത്തെ ഇടുക്കിയിൽ വെച്ച് തടയുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അറ്റകുറ്റപ്പണികൾ നടത്താതെ അവർ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് രമ്യമായി എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താൻ വരും ദിവസങ്ങളിൽ ചർച്ച നടത്തും. കേരളത്തിൽ താൻ പോകുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഈ വിഷയം ചർച്ച നടത്തുമെന്ന് എം.കെ. സ്റ്റാലിൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവരുടെ കൂടിക്കാഴ്ച ഏറെ നിർണായകമാകുന്നത്. ഈ മുല്ലപ്പെരിയാറിലെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാകുമോ, അതോ മുല്ലപ്പെരിയാറിൽ നമ്മൾ ഇപ്പോൾ നേരിടുന്ന ഈ ഒരു ആശങ്ക അത് ഏതെങ്കിലും തരത്തിൽ ഇരു മുഖ്യമന്ത്രിമാരും നടത്തുന്ന ചർച്ചയിൽ പരിഹാരമാകുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. എന്തായാലും രാത്രി 9 മണിയോടുകൂടിയായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തുക. അതിനുശേഷം അദ്ദേഹം ഇവിടെ തന്നെയാണ് തങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചായിരിക്കും നാളത്തെയുള്ള വൈക്കത്തെ പരിപാടികളിലേക്ക് പോവുക. കനത്ത പോലീസ് സുരക്ഷയാണ് ഉച്ച മുതൽ തന്നെ ഈ റിസോർട്ടിലുള്ളത്. ഏകദേശം നാളത്തെ പരിപാടിക്കും കൂടി ഏകദേശം 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്.